എഡ്യൂക്കേഷന്റെ SSC RRB ചാനലിലോട്ട് സ്വാഗതം. നമ്മളെല്ലാവരും വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്ന നമ്മുടെ RPF SI കോൺസ്റ്റബിൾ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞു അല്ലേ? നമ്മൾ ഈ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ നോട്ടിഫിക്കേഷൻ അനാലിസിസ് ആണ് ചെയ്യാനായിട്ട് പോകുന്നത്. അതിപ്പോൾ ഏജ് ലിമിറ്റേഷൻ ആയിക്കോട്ടെ, എക്സാം പാറ്റേൺ ആയിക്കോട്ടെ, സിലബസ് ആയിക്കോട്ടെ, അങ്ങനെ കംപ്ലീറ്റ് കാര്യങ്ങൾ നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യും. അപ്പോൾ ഈ വീഡിയോ കണ്ടു തുടങ്ങിയ മുതൽ നിങ്ങളുടെ എല്ലാവരുടെയും മനസ്സിലുള്ള കാര്യമായിരിക്കും സൈലത്തിന് RPF ബാച്ച് ഇല്ലേ എന്നുള്ളത് അല്ലേ? ഉണ്ട്. നമ്മൾ എക്സ്ക്ലൂസീവ് ആയിട്ട് RPF എക്സ്ക്ലൂസീവ് ആയിട്ട് നമ്മൾ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവും. നമ്മുടെ ബാച്ചിനെ കുറിച്ചുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസും ഈ ചാനലിലായിരിക്കും വരുന്നുണ്ടാവുക. അപ്പോൾ എന്ത് ചെയ്യുക, ഈ വീഡിയോ മാക്സിമം ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. യൂണിഫോം പോസ്റ്റ് ആഗ്രഹിക്കുന്ന എല്ലാ ഫ്രണ്ട്സിൻ്റെ അടുത്തും മാക്സിമം ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് പറയാം. ഓക്കെ, നമ്മുടെ ഈ SSC RRB വെർട്ടിക്കലിന്റെ ഫുൾ ഫാക്കൽറ്റീസിന്റെ ഫുൾ എനർജി എന്ന് പറയുന്നത് നമ്മുടെ ഓരോ സ്റ്റുഡൻസും ആണ്. അപ്പോൾ നിങ്ങൾ മാക്സിമം സപ്പോർട്ട് കാണിക്കുക, ഫുൾ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. അപ്പോൾ നമ്മുടെ ഈ വീഡിയോയിൽ തന്നെ നമ്മൾ SIയുടെ നോട്ടിഫിക്കേഷനും കോൺസ്റ്റബിളിന്റെ നോട്ടിഫിക്കേഷനും ഡീറ്റെയിൽ ആയിട്ട് പറയും. ആദ്യം തന്നെ നമുക്ക് SIയുടെ നോട്ടിഫിക്കേഷൻ നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ ഓൾറെഡി അപ്ലിക്കേഷന്റെ ഡേറ്റ് ഓപ്പൺ ആയിട്ടുണ്ട്. 15/4/2024 ഇന്ന് ഓപ്പൺ ആയിട്ടുണ്ട്. ഇനി ക്ലോസിംഗ് ഡേറ്റ് ഓഫ് അപ്ലിക്കേഷൻ എന്ന് പറയുന്നത് 14/5/2024 ആണ്. ഏകദേശം ഒരു മാസമാണ് നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് കിട്ടുന്നത്. അപ്പോൾ ആരും എന്ത് ചെയ്യുക, അവസാനത്തോട്ട് വെക്കാണ്ടിരിക്കുക, വേഗം തന്നെ അപ്ലൈ ചെയ്യുക. ഇനി എന്തെങ്കിലും നമുക്ക് കറക്ഷൻസ് ഉണ്ടെങ്കിൽ 15/5/2024 തൊട്ട് 24/5/2024 വരെയാണ് നമുക്ക് കറക്ഷൻ ആയിട്ട് സമയം കിട്ടുന്നത്. ഇനി നെക്സ്റ്റ് വരുന്നത് ഏജ് കാറ്റഗറി ആണ് അല്ലേ? ഏജ് 20 തൊട്ട് 25 വയസ്സ് വരെയുള്ളവർക്കായിരുന്നു അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുന്നത്. പക്ഷേ കോവിഡ് കാരണം നമുക്ക് എന്ത് കിട്ടി, 3 വർഷം ഏജ് റിലാക്സേഷൻ കിട്ടി. ഓരോ കാറ്റഗറിക്കും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഏജ് റിലാക്സേഷൻസ് ഉണ്ട് അല്ലേ? നോർമലി നമ്മുടെ SC ST കാൻഡിഡേറ്റ് ആണെങ്കിൽ 5 വർഷമാണ് നമുക്ക് ഏജ് റിലാക്സേഷൻ കിട്ടാറ് അല്ലേ? പക്ഷേ ഇപ്രാവശ്യം കോവിഡ് റിലാക്സേഷൻ കാരണം ജനറൽ കാറ്റഗറീസിന് തന്നെ എന്ത് കിട്ടി, 3 വർഷം ഏജ് റിലാക്സേഷൻ കിട്ടി അല്ലേ? 28 വയസ്സ് വരെയുള്ളവർക്ക് എക്സാം എഴുതാം. അപ്പോൾ നമ്മുടെ SC ST കാൻഡിഡേറ്റ്സിന് എങ്ങനെയായിരിക്കും, 28 വയസ്സ് പ്ലസ് 28 പ്ലസ് 5 വർഷമാണ് ഏജ് റിലാക്സേഷൻ കിട്ടുന്നത്. അതായത് 33 വയസ്സ് വരെയുള്ള SC ST കാൻഡിഡേറ്റ്സിന് എക്സാം എഴുതാം. 33 വയസ്സ് വരെയുള്ള SC ST കാൻഡിഡേറ്റ്സിന് എക്സാമിന് അപ്പിയർ ചെയ്യാവുന്നതാണ്. ഇനി OBC നോൺ ക്രീമി ലെയർ ആണെങ്കിലോ 28 പ്ലസ് 3 ജനറൽ കാറ്റഗറിക്ക് കോവിഡ് റെസ്ട്രിക്ഷൻസ് കാരണം 28 വയസ്സ് വരെ എക്സാം എഴുതാം. അതുകൊണ്ട് OBC-കാർക്ക് 28 പ്ലസ് 3 31 വയസ്സ് വരെ എക്സാമിന് അപ്പിയർ ചെയ്യാവുന്നതാണ്. ക്ലിയർ ആണല്ലോ? ഇനി മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് B1 ആണ്. ഏജ് റിലാക്സേഷൻ നമുക്ക് ഏജ് അറിയാം, 20 തൊട്ട് 28 വയസ്സാണ്. ടോട്ടൽ വേക്കൻസി എന്ന് പറയുന്നത് എത്രയാണ്, 452 ആണ്. ഇനി ഈ RPF SIക്ക് അപ്ലൈ ചെയ്യാനായിട്ട് നമുക്ക് വേണ്ട ക്വാളിഫിക്കേഷൻ എന്താണ്, നമ്മൾ ഒരു ഗ്രാജുവേറ്റ് ആയിരിക്കണം. ഗ്രാജുവേറ്റ് ഫ്രം എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി, അതായത് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്നുമുള്ള ഡിഗ്രി ഉണ്ടായിരിക്കണം. റെഡി? ബാക്കിയൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി ഈ RPF SIക്ക് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ അപ്ലിക്കേഷൻ ഫീസ് ഉണ്ടോ? ഉണ്ട്. അപ്ലിക്കേഷൻ ഫീസ് എത്രയാണെന്ന് വെച്ചാൽ SC ST എക്സ് സർവീസ്മാൻ, ഫീമെയിൽ, മൈനോറിറ്റി അല്ലെങ്കിൽ EWS ആണെങ്കിൽ, മൈനോറിറ്റീസ് ഓർ എക്കണോമിക്കലി ബാക്ക്വേർഡ് ക്ലാസ്സസ് അങ്ങനെയാണെങ്കിൽ 250 രൂപയാണ് എന്ത് വരുന്നത്, 250 രൂപയാണ് നമ്മുടെ എക്സാം ഫീസ് വരുന്നത്. ഇതിൽ ബാങ്ക് ചാർജസ് ഡിഡക്റ്റ് ചെയ്തിട്ട് നമ്മൾ CBT അപ്ലൈ ചെയ്യല്ലോ. CBTക്ക് നമ്മൾ അപ്പിയർ ചെയ്യുന്ന സമയത്ത് CBT അപ്പിയർ ചെയ്ത് കഴിഞ്ഞാൽ 250 രൂപയിൽ നിന്നും ബാങ്ക് ചാർജസ് ഡിഡക്റ്റ് ചെയ്തിട്ട് ബാക്കി എമൗണ്ട് നമ്മുടെ അക്കൗണ്ടിലോട്ട് വരും. ഇനി ഇതിലൊന്നും പെടാത്ത കാറ്റഗറി ആണെങ്കിൽ 500 രൂപയാണ് എന്ത് വരുന്നത്, എക്സാം ഫീസ് വരുന്നത്. ഇതിൽ 100 രൂപ ബാങ്ക് ചാർജസ് ഡിഡക്റ്റ് ചെയ്ത് ബാക്കി 400 രൂപ നമ്മുടെ അക്കൗണ്ടിലോട്ട് വരും. എപ്പോ വരും, നമ്മുടെ CBT കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് കഴിഞ്ഞ ഉടനെയാണ് അത് വരുന്നുണ്ടാവുക. ഇനി നമുക്ക് നമ്മുടെ റിക്രൂട്ട്മെന്റ് പ്രോസസ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. നമുക്കറിയാം നമുക്ക് ടോട്ടൽ 21 RRB ഉണ്ട് അല്ലേ? ഈ 21 RRBയിൽ നമുക്ക് ഒറ്റയടിക്ക് പോയി RPF SIക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുമോ? ഇല്ല. നമ്മൾ ഏതെങ്കിലും ഒരു RRB ചൂസ് ചെയ്യുക. ആ RRBയിൽ മാത്രമേ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, കറക്റ്റ് ആയിട്ടുള്ള വേക്കൻസിയും നിങ്ങളുടെ പ്രിഫറൻസ് ഒക്കെ നോക്കി ഒരു RRB സെലക്ട് ചെയ്യുക. ആ ഒരു RRBയിൽ മാത്രം
മാത്രമേ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഇപ്പൊ നിങ്ങൾ പോയി എല്ലാ RRBയിലും അപ്ലൈ ചെയ്തു, എന്ത് ചെയ്യും? ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ അപ്ലിക്കേഷൻ ക്യാൻസൽ ആയിട്ട് പോകും. അപ്പൊ എന്ത് ചെയ്യുക? ശ്രദ്ധിക്കുക, ഒരു RRBയിൽ മാത്രം നിങ്ങൾ അപ്ലൈ ചെയ്യുക. നെക്സ്റ്റ് നമുക്ക് വരുന്നത് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണ്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് നമ്മുടെ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിനെ കുറിച്ച് നോക്കാം. അപ്പോൾ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിൽ ക്വസ്റ്റ്യൻസ് വരുന്നത് ഗ്രാജുവേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമുക്ക് എക്സാമിന് ചോദിക്കാം. ഇനി ടോട്ടൽ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 90 മിനിറ്റ്സ് ആയിരിക്കും. 120 ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാവുക. അതായത് 3 പാർട്ടുകളിലാണ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. ഈ 3 പാർട്ടുകളിൽ നിന്നും ടോട്ടൽ 120 ക്വസ്റ്റ്യൻസ് ആണ് ഉള്ളത്. ഓക്കെ, 3 പാർട്ട് ഉണ്ടാവും. 3 പാർട്ടിൽ നിന്നും 120 ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഓരോ കറക്റ്റ് ആൻസറിനും നമുക്ക് 1 മാർക്കാണ് കിട്ടുക. ഓരോ കറക്റ്റ് ആൻസറിന് 1 മാർക്കാണ്. ഇനി റോങ് ആൻസർ ആണെങ്കിൽ നെഗറ്റീവ് മാർക്കുള്ള എക്സാം ആണ്. -1/3 മാർക്ക് നെഗറ്റീവ് മാർക്കായി പോകും. ഇനിയിപ്പോൾ നമ്മൾ ആൻസറേ ചെയ്തിട്ടില്ല എങ്കിൽ 0 മാർക്കായിരിക്കും ഉണ്ടാവുക. ക്ലിയർ ആണല്ലോ? പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ എക്സാം മൾട്ടിപ്പിൾ ഷിഫ്റ്റ്സിലായതുകൊണ്ട് നോർമലൈസേഷനും ഉണ്ടാവും. റെഡി ആണല്ലോ? ഇനി സിലബസ് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഞാൻ പറഞ്ഞ പോലെ തന്നെ നമുക്ക് 3 പാർട്ടുകളിലായിട്ടാണ് എക്സാം ഉണ്ടാവുക അല്ലേ? ദാറ്റ് ഈസ് അരിത്തമെറ്റിക് 35 മാർക്ക്, ജനറൽ ഇന്റലിജൻസ് 35 മാർക്ക്, ജനറൽ അവയർനെസ് 50 മാർക്കിനാണ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. ഇനി അരിത്തമെറ്റിക്കിന്റെ സെഷൻ നമ്മൾ നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും, ട്രിഗ്നോമെട്രിന്നോ ജിയോമെട്രിന്നോ ഒന്നും ക്വസ്റ്റ്യൻസ് ഇല്ല അല്ലേ? അഡ്വാൻസ്ഡ് മാത്സ് കുറവാണ് എവിടെ വരുന്നത്? അരിത്തമെറ്റിക്കിൽ വരുന്നത്. അപ്പോൾ അഡ്വാൻസ്ഡ് മാത്സ് ടഫ് ഉള്ള യൂണിഫോം പോസ്റ്റ് ശക്തമായിട്ട് ആഗ്രഹിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിന് മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അവരുടെ അടുത്ത് വേഗം തന്നെ അപ്ലൈ ചെയ്യാനായിട്ട് പറയാം. റെഡി? ഇനി ജനറൽ ഇന്റലിജൻസ് ആയാലും ജനറൽ അവയർനെസ്സിലാണ് എന്തൊക്കെ വരുന്നത്? നമ്മുടെ കറണ്ട് അഫയേഴ്സ് ആയാലും ഹിസ്റ്ററി, ആർട്ട് ആൻഡ് കൾച്ചർ, ജിയോഗ്രഫി, എക്കണോമിക്സ്, പൊളിറ്റി, കോൺസ്റ്റിറ്റ്യൂഷൻ, സ്പോർട്സ്, ജനറൽ സയൻസ്, ഇത്രയും കാര്യങ്ങൾ വരുന്നത് എവിടെയാണ്? നമ്മുടെ ജനറൽ അവയർനെസ്സിലാണ്. ജനറൽ അവയർനെസ്സിൽ നിന്നും 50 മാർക്കിനാണ് നമ്മുടെ അടുത്ത് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ സിലബസ് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. നമ്മളൊന്ന് അടിപൊളി ഫാക്കൽറ്റീസിന്റെ കൂടെ മനസ്സിരുത്തി പഠിച്ചാൽ ഇനിയുള്ള കുറച്ചു കാലം നമ്മൾ സൂപ്പറായിട്ട് പഠിക്കുകയാണെങ്കിൽ ആ RPF SI നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്ന ആ പോസ്റ്റ് നമ്മുടെ സ്വന്തമാവും അല്ലേ? ഇനി നമുക്ക് ഈ ടെസ്റ്റിന് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് കഴിഞ്ഞതിന് ശേഷമാണ് എന്ത് വരുന്നത്? ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് വരുന്നത്. ശേഷം നമുക്ക് ഫിസിക്കൽ മെഷർമെന്റ് ടെസ്റ്റും ഉണ്ടാവും. അപ്പോൾ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റിൽ മെയിലിനാണെങ്കിൽ 1600 മീറ്റർ റണ്ണാണ്, 6 മിനിറ്റ് 30 സെക്കൻഡ് ആണ്. ലേഡീസിനാണെങ്കിൽ ഫീമെയിൽ കാൻഡിഡേറ്റ്സിനാണെങ്കിൽ 800 മീറ്റർ റണ്ണിന് 4 മിനിറ്റ് ആണ് എടുക്കുന്നത്. ലോങ് ജമ്പ് ആണെങ്കിൽ മെയിലിന് 12 ഫീറ്റ് ആണ്, ഹൈ ജമ്പ് ആണെങ്കിൽ 3 ഫീറ്റ് 9 ഇഞ്ച് ആണ്. ഫീമെയിൽ കാൻഡിഡേറ്റ്സിനാണെങ്കിൽ ലോങ് ജമ്പ് 9 ഫീറ്റ് ആണ്, ഹൈ ജമ്പ് 3 ഫീറ്റ് ആണ്. റെഡി? ഇനി ഫിസിക്കൽ മെഷർമെന്റ് ടെസ്റ്റിൽ ജനറൽ EWS OBC കാൻഡിഡേറ്റ്സിനാണെങ്കിൽ ഹൈറ്റ് എത്രയാണ്? ഹൈറ്റ് മെയിലിന് 165 ആണ്, ഫീമെയിലിന് 157 ആണ്. ഇനി SC STക്ക് ആണെങ്കിൽ ഡിഫറൻസ് ഉണ്ട്. മെയിലിന് 160 മതി, ഫീമെയിലിന് 152 മതി. ബാക്കി കുറച്ച് കാറ്റഗറീസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിന് 163 ആണ് മെയിലിന്, ഫീമെയിലിന് 155 ആണ്. ചെസ്റ്റ് മെഷർമെന്റ്സ് ആർക്കേ എടുക്കുന്നുള്ളൂ? മെയിലിന് മാത്രമേ എടുക്കുന്നുള്ളൂ. അൺഎക്സ്പാൻഡഡ് ആണെങ്കിൽ നമ്മുടെ OBC ജനറൽ കാറ്റഗറീസിന് വരുന്നത് 80 ആണ്. എക്സ്പാൻഡഡ് 85 ആണ്. SC STക്ക് ആണെങ്കിൽ 76.2 ആണ്. എക്സ്പാൻഡഡ് 81.2 ആണ്. നമ്മുടെ നെക്സ്റ്റ് ഒരു ഗർവാലീസ്, ഗോർക്കാസ് അങ്ങനത്തെ കുറേ ആൾക്കാർക്കുള്ളത് 80-85 ആണ്. ക്ലിയർ ആണല്ലോ? അതിനുശേഷമാണ് നമുക്ക് ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ വരുന്നത്. നമ്മുടെ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ആയാലും ഫിസിക്കൽ മെഷർമെന്റ് ടെസ്റ്റ് ആയാലും ക്വാളിഫൈങ് നേച്ചർ ആണ് കേട്ടോ. അതിന് നമുക്കിപ്പോൾ കുറേ ഹൈറ്റ് ഉണ്ടെന്ന് വിചാരിച്ചിട്ട് നമുക്ക് കൂടുതൽ മാർക്കൊന്നും കിട്ടില്ല. ഇതൊരു ക്വാളിഫൈങ് നേച്ചർ ആണ്. നെക്സ്റ്റ് ആണ് നമുക്ക് ഡോക്യുമെന്റ് വെരിഫിക്കേഷൻസ് വരുന്നത്. അതിനുശേഷം നമുക്ക് മെഡിക്കൽ എക്സാമിനേഷൻസ് ഉണ്ടാവും. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, B1 സ്റ്റാൻഡേർഡ് മീറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് മാത്രമേ നമ്മുടെ RPF SIക്ക് നമ്മൾ അപ്ലൈ ചെയ്തിട്ട് കാര്യമുള്ളൂ. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇതാ those wearing glasses or having flat foot, knock knee, squint eye, color blindness അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും അംഗവൈകല്യങ്ങൾ ഉണ്ടെങ്കിൽ ഒന്നും നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റില്ല. അതിനുശേഷം നമ്മൾ ഇതിന് സെലക്ട് ആയി കഴിഞ്ഞതിന് ശേഷം നമുക്കൊരു ട്രെയിനിങ് സെഷനും കൂടി ഉണ്ടാവുന്നതാണ്.
നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നമുക്ക് ഫോട്ടോഗ്രാഫും സിഗ്നേച്ചറും നമ്മൾ അപ്ലോഡ് ചെയ്യണം അല്ലേ. അപ്പോൾ ഈ അപ്ലോഡ് ചെയ്യുന്ന ഫോട്ടോഗ്രാഫിന്റെ സൈസ് എന്ന് പറയുന്നത് എന്താണ്? സൈസ് 30 to 70 KB ആയിരിക്കണം. നമ്മൾ ഡാർക്ക് ആയിട്ടുള്ള കൂളിംഗ് ഗ്ലാസ് ഒന്നും വെച്ച ഫോട്ടോ നമ്മൾ അപ്ലോഡ് ചെയ്യാനായിട്ട് പാടില്ല. നമ്മൾ എന്ത് ചെയ്യണം? വിത്തൗട്ട് വെയറിംഗ് ഡാർക്ക് ഗ്ലാസസ് അല്ലെങ്കിൽ ക്യാപ്പ് ഒന്നും വെച്ച ഫോട്ടോ അപ്ലോഡ് ചെയ്യാനായിട്ട് പറ്റില്ല. എപ്പോഴും പ്രിഫർ ചെയ്യുന്നത് പ്ലെയിൻ വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള 30 to 70 KB സൈസ് ഉള്ള ഫോട്ടോ ആയിരിക്കണം നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടത്. നെക്സ്റ്റ്, ഇനി ഈ ഫോട്ടോയുടെ ഏകദേശം 12 കോപ്പീസ് നമ്മൾ കയ്യിൽ വെക്കുന്നത് നല്ലതായിരിക്കും. കാരണം എന്താണ്? നമുക്ക് മുന്നോട്ടുള്ള പ്രൊസീജിയേഴ്സിൽ കുറേ അധികം ഫോട്ടോൻ്റെ ആവശ്യം വരും. ഇനി സിഗ്നേച്ചറും കൂടി നമുക്ക് വേണം. 30 to 70 KB സൈസാണ് നമ്മുടെ സിഗ്നേച്ചറിൻ്റെ സൈസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സ്പെക്കിലാക്കിയിട്ട് വേണം നിങ്ങൾ എല്ലാ നമ്മുടെ ഫോട്ടോ ആയാലും സൈൻ ആയാലും അപ്ലോഡ് ചെയ്യേണ്ടത്. ഇനി എന്താണ്? എല്ലാവർക്കും ഉള്ള ഡൗട്ടാണ്, നമ്മുടെ RPF എക്സാം എന്ന് പറയുന്നത് മലയാളത്തിൽ എഴുതാൻ പറ്റുമോ എന്നുള്ളത് അല്ലേ. പറ്റും. നമ്മുടെ RPF എക്സാം നമുക്ക് മലയാളത്തിലും എഴുതാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നമ്മൾ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾ എന്ത് ചെയ്യാം? നമ്മുടെ ഏത് റീജിയണൽ ലാംഗ്വേജ് ആണോ നിങ്ങൾക്ക് വേണ്ടത് ആ ലാംഗ്വേജും കൂടി നിങ്ങൾ സെലക്ട് ചെയ്യാം. റെഡി? ഇപ്പം നമുക്ക് ഇംഗ്ലീഷിലും, അപ്പം നമ്മൾ ഇംഗ്ലീഷിലും ക്വസ്റ്റ്യൻ ഉണ്ടാവും. നമ്മൾ ഏത് ലാംഗ്വേജ് ആണോ ഓപ്റ്റ് ചെയ്തത് ആ ലാംഗ്വേജിലും നമുക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ RPF SIയുടെ നോട്ടിഫിക്കേഷനിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാനുണ്ടായിരുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? RPF കോൺസ്റ്റബിളിന്റെ നോട്ടിഫിക്കേഷൻ നോക്കി നോക്കാം. ഓൾമോസ്റ്റ് സെയിം ആണ്. നമ്മുടെ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റിൽ മാത്രമാണ് കുറച്ച് വ്യത്യാസം വരുന്നത്. റെഡി? നോക്കാം. നമ്മുടെ RPF 02/2024 ആണ് നമ്മുടെ കോൺസ്റ്റബിളിന്റെ നോട്ടിഫിക്കേഷൻ വരുന്നത്. ഡേറ്റ് ഒക്കെ സിമിലർ ആണ്. 15/4/2024 ആണ് അപ്ലിക്കേഷൻ ഓപ്പൺ ആവുന്നത്. ക്ലോസിംഗ് ഡേറ്റ് സെയിം ആണ് 15/4. കറക്ഷൻ ഡേറ്റും SIനോട് സെയിം ആണ്. നെക്സ്റ്റ്, പേ വരുന്നത് ഇവിടെ എത്രയാണ്? ഇനീഷ്യൽ പേ വരുന്നത് 21,700 രൂപയാണ്. 21,700 ആണ് എന്ത് വരുന്നത്? ഇനീഷ്യൽ പേ വരുന്നത്. ഇതും ബേസിക് പേ മാത്രമാണ്. ഓക്കെ, ഇതിന്റെ കൂടെ എന്താവും? അലവൻസസ് ഒക്കെ ആഡ് ആവും. ഇപ്പൊ നമ്മൾ ശരിക്കും നമ്മുടെ ഇൻഹാൻഡ് സാലറി നോക്കുകയാണെങ്കിൽ SIയുടെ വരുന്നത് ഓൾമോസ്റ്റ് നമ്മുടെ TA-യും DA-യും HRA-യും അങ്ങനെയുള്ള അലവൻസസ് ഒക്കെ ആഡ് ചെയ്യുമ്പോൾ SIയുടെ വരുന്നത് ഓൾമോസ്റ്റ് 50 to 60K ആയിരിക്കും ഇൻ ഹാൻഡ് നമ്മുടെ കയ്യിൽ കിട്ടുന്ന സാലറി വരുന്നത്. പക്ഷേ നമ്മുടെ കോൺസ്റ്റബിൾ ആണെങ്കിൽ ഈ ബേസിക് പേന്റെ കൂടെ DA-യും HRA-യും ഒക്കെ ആഡ് ആയിട്ട് ഏകദേശം ഒരു 30-35K ആയിരിക്കും ഇൻ ഹാൻഡ് സാലറി വരുന്നത്. ഇവിടെയും മെഡിക്കൽ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് B1 ആണ്. ഏജ് 18 to 28 ഇയേഴ്സ് ആണ്. പക്ഷെ വേക്കൻസി നോക്കിയേ, 4208 വേക്കൻസീസ് ആണ് ടോട്ടൽ വരുന്നത്. ക്ലിയർ? നോക്കാം. നമ്മുടെ നേരത്തെ SIയുടെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ കോൺസ്റ്റബിളിനും എന്ത് കിട്ടിയിട്ടുണ്ട്? ഏജ് റിലാക്സേഷൻ കിട്ടിയിട്ടുണ്ട്. 18 to 25 വയസ്സുള്ള കാൻഡിഡേറ്റ്സിനായിരുന്നു ആദ്യം അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടാവുള്ളൂ. പക്ഷേ ഇപ്പോൾ എന്ത് ചെയ്തു? കോവിഡ് കാരണം ഏജ് റിലാക്സേഷൻ വന്നു. 18 തൊട്ട് 28 വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. ഇവിടെ വീണ്ടും കാറ്റഗറി വൈസ് നമുക്ക് ഏജ് റിലാക്സേഷൻ ഉണ്ട്, അത് മറക്കരുത്. ഇപ്പൊ SC/ST കാൻഡിഡേറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് 5 വർഷം 5 ഇയർ ഏജ് റിലാക്സേഷൻ ഉണ്ട്. 5 ഇയർ ആണ് ഏജ് റിലാക്സേഷൻ. അതായത് ഈ വർഷം, കഴിഞ്ഞ വർഷം ആണെങ്കിൽ 25 + 5 30 വയസ്സ് വരെയുള്ളവർക്കാണ് എക്സാം എഴുതാൻ പറ്റിയിരുന്നത്. പക്ഷേ ഇപ്രാവശ്യം എങ്ങനെയാണ്? 28 + 5 ആണ് അല്ലേ? 28 + 5 33 വയസ്സ് വരെയുള്ളവർക്ക് എക്സാമിന് അപ്പിയർ ചെയ്യാം, നിങ്ങളൊരു SC/ST കാൻഡിഡേറ്റ് ആണെങ്കിൽ. ഇനി OBC നോൺ ക്രിമിലെയർ ആണെങ്കിലോ 3 വർഷമാണ് നിങ്ങൾക്കുള്ള ഏജ് റിലാക്സേഷൻ. പക്ഷെ ആ 3 വർഷം ആഡ് ആവുന്നത് ഏത് ഇയറിനോടാണ്? നമ്മുടെ 28 വയസ്സിനോടാണ്. 28 + 3 31 വയസ്സ് വരെയുള്ളവർക്ക് എക്സാം എഴുതാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് നമ്മൾ നേരത്തെ SIയുടെ പറഞ്ഞ അതേപോലെയാണ്. സിലബസും സെയിം ആണ്, ടൈമും സെയിം ആണ്. 90 minutes 120 ക്വസ്റ്റ്യൻസ് ആയിരിക്കും. 3 പാർട്ടുകളിലായിട്ട് ടോട്ടൽ 120 ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാവുക. കറക്റ്റ് ഉത്തരത്തിന് 1 മാർക്കാണ്. നമ്മൾ ഉത്തരം ഒന്നും എഴുതിയിട്ടില്ല എങ്കിൽ 0 മാർക്കാണ്. ഇനി നെഗറ്റീവ് മാർക്ക് ഉണ്ട് എക്സാമിന്, നോട്ട് ചെയ്യാം. നമ്മുടെ ഒരു ഉത്തരം തെറ്റിപ്പോയാൽ -1/3 മാർക്ക് പോകും. പിന്നെ ഡിഫറൻറ്റ് ഷിഫ്റ്റിലായതുകൊണ്ട് നോർമലൈസേഷൻ ഉണ്ടാവുന്നൊക്കെ നമുക്ക് അറിയാം.
ഇതിന് ശേഷമാണ് എന്ത് വരുന്നത്, നമ്മുടെ സിലബസ് വരുന്നത്. സിലബസ് നോക്കിയാൽ സെയിം സിലബസ് ആണ്. ഓക്കെ, നമ്മുടെ SIയുടെ സെയിം സിലബസ് ആണ് നമ്മുടെ കോൺസ്റ്റബിളിലും വരുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് മനസ്സിലാക്കാം? എന്തായാലും നമ്മുടെ SI എന്ന് പറയുന്നത് ഒരു ഗ്രാജുവേറ്റ് ലെവൽ എക്സാം ആണ് അല്ലേ. കോൺസ്റ്റബിൾ എന്ന് പറയുന്നത് ഒരു 10th ലെവൽ എക്സാം ആണ്. അപ്പോൾ SIക്ക് പ്രിപ്പയർ ചെയ്യുന്ന ഒരാൾക്ക് നമ്മുടെ കോൺസ്റ്റബിൾ ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ അല്ലേ. നമുക്ക് രണ്ടിനും കൂടി ഒരു പ്രിപ്പറേഷൻ മതി അല്ലേ. SIക്ക് പ്രിപ്പയർ ചെയ്താൽ ബാക്കിൽ കൂടി തനിയെ നമുക്ക് കോൺസ്റ്റബിളിന്റെ പ്രിപ്പറേഷനും സെറ്റ് ആവും അല്ലേ. നോക്കിയേ, അപ്പൊ നോക്കിയേ, അരിത്തമെറ്റിക്കിൽ നിന്നും ആകെ 35 മാർക്കിനാണ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിങ് 35 മാർക്ക്, ജനറൽ അവയർനെസ് 50 മാർക്ക്. റെഡി? നേരത്തെ പറഞ്ഞ അതേ സിലബസ് ആണ്, പക്ഷേ ക്വസ്റ്റ്യൻസിന്റെ ലെവൽ താഴെയായിരിക്കും ഉണ്ടാവുക. കാരണം നമുക്കറിയാം കോൺസ്റ്റബിൾ ഒരു 10th ലെവൽ എക്സാം ആണ്. അപ്പോൾ ക്വസ്റ്റ്യൻസിന്റെ ഡിഫിക്കൽട്ടി ലെവൽ താഴെയായിരിക്കും ഉണ്ടാവുക. അതിനുശേഷം നമ്മുടെ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റും ഫിസിക്കൽ മെഷർമെന്റ് ടെസ്റ്റുമാണ് വരുന്നത്. നോക്കിയാൽ ഇവിടെ വ്യത്യാസമുണ്ട് കേട്ടോ. കോൺസ്റ്റബിളിനാണെങ്കിൽ 1600 മീറ്റർ റൺസ് എത്ര 5 മിനിറ്റ് 45 സെക്കൻഡ് ആണ് ടൈമിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യണം. ലോങ് ജമ്പ് 14 ഫീറ്റ് ആണ്, ഹൈ ജമ്പ് 4 ഫീറ്റ് ആണ്. ഫീമെയിലിനാണെങ്കിൽ 800 മീറ്റർ 3 മിനിറ്റ് 40 സെക്കൻഡ് ആണ് ടൈം കിട്ടുക. ലോങ് ജമ്പ് 9 ഫീറ്റ് ആണ്, ഹൈ ജമ്പ് 3 ഫീറ്റ് ആണ്. ഇനി PMT ആണെങ്കിൽ സെയിം ആണ്, ഫിസിക്കൽ മെഷർമെന്റ് സെയിം ആണ്. ജനറൽ EWS OBCക്ക് എത്രയാണ്? മെയിൽ 165 ആണ്, ഫീമെയിൽ 157 ആണ്. SC STക്ക് ആണെങ്കിൽ 160 152. അൺഎക്സ്പാൻഡഡ് ചെസ്റ്റ് മെഷർമെന്റ് വരുന്നത് മെയിലിന് മാത്രമേ ഉള്ളൂ. അൺഎക്സ്പാൻഡഡ് 80 ആണ്, എക്സ്പാൻഡഡ് 85 ആണ്. നമ്മൾ OBC EWS ജനറൽ ആണെങ്കിൽ, SC ST ആണെങ്കിൽ 76.2, എക്സ്പാൻഡഡ് ആണെങ്കിൽ 81.2. നെക്സ്റ്റ് വരുന്ന കാറ്റഗറി ഇവിടെ കൊടുത്തിട്ടുണ്ട്. നോക്കിക്കേ, എന്താണ് വ്യത്യാസം വരുന്നത്? നമ്മുടെ കോൺസ്റ്റബിളിനാണെങ്കിൽ 1600 മീറ്റർ 5 മിനിറ്റ് 45 സെക്കൻഡ് ആണ് ടൈം വരുന്നത്. പക്ഷേ നമ്മുടെ SIക്കാണെങ്കിൽ എന്ത് വരുന്നുണ്ട്? 1600 മീറ്ററിന് 6 മിനിറ്റ് 30 സെക്കൻഡ് ആണ് ടൈം വരുന്നത്. 800 മീറ്റർ റൺ ആണെങ്കിലോ 800 മീറ്ററിന് 3 മിനിറ്റ് 40 സെക്കൻഡ് ആണ്. ഇവിടെ 800 മീറ്റർ SIക്കാണെങ്കിൽ 4 മിനിറ്റ് വരും ഫീമെയിലിന്. റെഡി? ലോങ് ജമ്പ് അവിടെ 14 ഫീറ്റ് ആണ്, ഇവിടെ SIക്ക് 12 ഫീറ്റ് മതി. ഹൈ ജമ്പ് കോൺസ്റ്റബിളിന് 4 ഫീറ്റ് ആണ്, നമ്മുടെ SIക്ക് വരുന്നത് 3 ഫീറ്റ് 9 ഇഞ്ചാണ് മെയിലിന്, ഫീമെയിലിനാണെങ്കിൽ 3 ഫീറ്റ് ആണ്. ഓക്കെ, ഹൈ ജമ്പ് രണ്ടുപേർക്കും സെയിം ആണ് അല്ലേ. കോൺസ്റ്റബിളിനാണെങ്കിലും SIക്കാണെങ്കിലും നമ്മുടെ ഫീമെയിലിന് 3 ഫീറ്റ് ആണ് എന്ത് വരുന്നത്? ഹൈ ജമ്പ് വരുന്നത്. ലോങ് ജമ്പ് നോക്കിയാൽ ലോങ് ജമ്പും ഫീമെയിലിന് 9 ഫീറ്റ് ആണ്. ഓക്കെ, മെയിലിന് പക്ഷേ ഡിഫറൻസ് ഉണ്ട്. മെയിലിനാണെങ്കിൽ SI ആണെങ്കിൽ 12 ഫീറ്റ് ആണ്, കോൺസ്റ്റബിൾ ആണെങ്കിൽ 14 ഫീറ്റ് ആണ്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കുക, നമ്മുടെ റൺസ് ആണെങ്കിൽ നമുക്ക് ആകെ ഒരു ചാൻസേ കിട്ടുള്ളൂ. ഓക്കെ, ഒറ്റ ഓട്ടത്തിൽ നമ്മൾ കറക്റ്റ് ചെയ്യണം. പക്ഷേ നമ്മുടെ ലോങ് ജമ്പ് ഹൈ ജമ്പിനാണെങ്കിൽ നമുക്ക് 2 ചാൻസസ് കിട്ടും. ഓക്കെ, ആ കാര്യം ഒന്ന് നോട്ട് ചെയ്യാം. മെഷർമെന്റ് സെയിം ആണ് കേട്ടോ. PMT SI ആയാലും കോൺസ്റ്റബിൾ ആയാലും സെയിം ആണ്. ഓക്കെ, ഇനി അതിനുശേഷം മെഡിക്കൽ എക്സാമിനേഷൻ ഉണ്ടാവും, അതിനുശേഷം ട്രെയിനിങ് ഉണ്ടാവും. അത് രണ്ടുപേർക്കും സെയിം ആണ്. ഇനി അപ്ലൈ ചെയ്യുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കോൺസ്റ്റബിളിനായാലും അപ്ലൈ ചെയ്യുമ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഫോട്ടോഗ്രാഫും സിഗ്നേച്ചറും റെഡിയാക്കി വെക്കണം. ഫോട്ടോയുടെ സൈസ് എന്ന് പറയുന്നത് 30 to 70 KB ആണ്. 12 ഫോട്ടോസ് നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ കയ്യിൽ വെക്കുക, കാരണം ഫർദർ പ്രൊസീജിയേഴ്സ് നമുക്ക് ആവശ്യം വരും. ഇനി സിഗ്നേച്ചറിന്റെ സൈസ് എന്ന് പറയുന്നത് 30 to 70 KB ആണ്. അത്രയേ ഉള്ളൂ, സെയിം ആണ്. ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ നോട്ടിഫിക്കേഷനിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കാനുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് പറ്റിയ RRB സെലക്ട് ചെയ്യുക. ആ RRBയിൽ ഒറ്റ ഒരു RRBയിൽ മാത്രം നിങ്ങൾ പോയിട്ട് അപ്ലൈ ചെയ്യുക. മൾട്ടിപ്പിൾ RRB അപ്ലൈ ചെയ്യാണ്ടിരിക്കുക. അങ്ങനെ ചെയ്താൽ എന്ത് ചെയ്യും? നമ്മുടെ അപ്ലിക്കേഷൻ ക്യാൻസൽ ആയിട്ട് പോകും അല്ലേ. അപ്പോൾ എന്ത് ചെയ്യുക? ഒരു RRB സെലക്ട് ചെയ്യുക, അവിടെ മാത്രം അപ്ലൈ ചെയ്യാം. ഓക്കെ, പിന്നെ എനിക്ക് നിങ്ങളെ ഓർമ്മിപ്പിക്കാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ എക്സ്ക്ലൂസീവ് ആയിട്ട് നമ്മുടെ RPFന് സൈലം ബാച്ചസ് ഉണ്ടാകും. അപ്പോൾ മാക്സിമം ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ചാനലിലായിരിക്കും കംപ്ലീറ്റ് കോഴ്സ് ഡീറ്റെയിൽസിൻ്റെ വീഡിയോസ് വരാനായിട്ട് പോകുന്നത്. അപ്പോൾ മാക്സിമം ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഓൾമോസ്റ്റ് ഡൗട്ട്സ് എല്ലാം ഈ വീഡിയോയിൽ ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുകയാണ്. ഇനിയും നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ വീഡിയോയുടെ അടിയിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.